അപ്പോൾ ഇതാണ് ആ വലിയ ചോദ്യം. ഒരേ ജീവിതം കൊണ്ട് രണ്ട് ലോകങ്ങളിലും എങ്ങനെ വിജയിക്കാൻ പറ്റും? അതായത് നമ്മുടെ ജോലി, കുടുംബം, കൂട്ടുകാർ, ഇതൊക്കെയുള്ള ഈ പുറം ലോകത്തും പിന്നെ നമ്മുടെ ഉള്ളിലെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആ ലോകത്തും ഒരേ സമയം എങ്ങനെ വിജയിക്കാനാകും? കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടല്ലേ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നോ? പുരാതന ഭാരതത്തിലെ ഏറ്റവും ആഴമേറിയ ചിന്തകളുള്ള ഉപനിഷത്തുകളിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ വേദങ്ങളുടെ ആ ഒരു ഫിലോസഫിക്കൽ ഹാർട്ട്, അതിന്റെ ഹൃദയം എന്ന് തന്നെ പറയാം ഉപനിഷത്തുകളെ. ഉപനിഷത്തിലെ ഈ ഒരു വാക്യം കേട്ടു നോക്കൂ. സത്യം പറയുന്നവരും ധർമ്മം പിന്തുടരുന്നവരും രണ്ട് ലോകങ്ങളെയും ജയിക്കുന്നു. ഇതൊരു ചെറിയ വാദനമല്ല അല്ലേ? സത്യവും ധർമ്മവും മാത്രം മതി രണ്ട് ലോകങ്ങളും ജയിക്കാൻ. പക്ഷേ അതെങ്ങനെയാണ് സാധ്യമാവുക? ശരി, നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഓരോ ഭാഗവും ഒന്നെടുത്ത് പരിശോധിക്കാം. അപ്പോൾ ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ വളരെ രസകരമായ ഒരു ഐഡിയയിൽ നിന്നാണ്. അറിവിന്റെ ഒരു സുവർണ്ണ ശൃംഖലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ജ്ഞാനം എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെയാണത് നമ്മളിലേക്ക് എത്തിയത്, അതൊന്ന് നോക്കാം. ഈ അറിവ് എന്ന് പറയുന്നത് വെറുതെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച ഒന്നല്ല. ഇതൊരു ദൈവികമായ ഒഴുക്കാണ്. അത് തുടങ്ങുന്നത് എവിടെയാണെന്ന് അറിയാമോ? സൃഷ്ടാവായ ബ്രഹ്മാവിൽ നിന്ന്. അവിടെ നിന്ന് പ്രജാപതികളിലൂടെ, പിന്നെ മനുഷ്യകുലത്തിന്റെ എല്ലാം പിതാവായ മനുവിലൂടെ, അങ്ങനെ അവസാനം നമ്മൾ ഓരോരുത്തരിലേക്കും എത്തുന്നു. അപ്പോൾ ഓർത്തു നോക്കൂ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കാലത്തെ അതിജീവിച്ചൊരു ജ്ഞാനത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തോളം പഴക്കമുള്ള ഈ വലിയ ജ്ഞാനമൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാണ് എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെടുന്നത്? അവിടെയാണ് സ്വധർമ്മം എന്ന വളരെ മനോഹരമായ ഒരു ആശയം വരുന്നത്. സിംപിളായി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ വലിയൊരു പ്ലാനിൽ നമ്മൾ ഓരോരുത്തർക്കുമുള്ള ആ ഒരു യുണീക്ക് റോൾ, അതാണ് സ്വധർമ്മം. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, സ്വധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾക്കായി മാത്രം ഉണ്ടാക്കിയ ഒരു വഴിയാണ്. മറ്റൊരാളെ കോപ്പിയടിച്ച് അവരുടെ വഴിയിലൂടെ പോകാൻ ശ്രമിക്കാതെ നിങ്ങളുടെ സ്വന്തം കഴിവിനും നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങളുടെ സാഹചര്യത്തിനും ചേർന്ന ഒരു വഴി കണ്ടെത്തുക. അതുതന്നെയാണ് നിങ്ങളുടെ ധർമ്മം. അപ്പോൾ ഈ സ്വന്തം വഴിയിലൂടെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? അതിനും ഈ ശ്ലോകം നമുക്ക് കുറച്ച് വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതായി, അറിവുള്ള ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുക. പിന്നെ നമുക്ക് ഈ ലോകത്തോടുള്ള കടമകളുണ്ടല്ലോ, അതൊക്കെ ഭംഗിയായി ചെയ്യുക. എന്ത് പ്രതിസന്ധി വന്നാലും സ്വന്തം പാതയിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ നമുക്ക് കിട്ടിയതൊക്കെ സമൂഹത്തിലും തിരികെ കൊടുക്കുക. നോക്കൂ, ഇതൊരു കംപ്ലീറ്റ് ലൈഫ് പ്ലാൻ തന്നെയല്ലേ? ശരി, ഇനി നമ്മൾ ഈ ശ്ലോകത്തിലെ ഏറ്റവും പവർഫുൾ, ഏറ്റവും ആഴത്തിലുള്ള ഒരു ആശയത്തിലേക്കാണ് കിടക്കുന്നത്. എന്താണ് സത്യവും നമ്മുടെ പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധം? അതൊരിക്കലും പിരിക്കാൻ പറ്റാത്ത ഒന്നാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ എല്ലാം കാതൽ. സത്യം എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒന്നല്ല. നിങ്ങൾ എപ്പോഴാണോ സത്യം സംസാരിക്കുന്നത്, അത് പിന്നെ വെറും ഒരു വാക്കല്ല, അതൊരു പ്രവൃത്തിയായി, ഒരു ആക്ഷനായി മാറുന്നു. അപ്പോൾ സത്യം എന്തായി? സത്യം ധർമ്മമായി മാറി. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ പ്രവൃത്തിയും ഒന്നായി മാറുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാമല്ലേ? സത്യം എന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തത്വമാണെങ്കിൽ, ധർമ്മം എന്നത് അത് പ്രവൃത്തിയിൽ കാണിക്കുന്നതാണ്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതും പറയുന്നതുമാണ് സത്യം, എന്നാൽ നിങ്ങൾ ചെയ്യുന്നതാണ് ധർമ്മം. നിങ്ങളുടെ ഉള്ളിലെ ആ സത്യം പുറത്തേക്ക് ഒരു പ്രവൃത്തിയായി വരുമ്പോഴാണ് അത് ധർമ്മമാകുന്നത്. ഇവ രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുന്നത്. അപ്പോൾ ശരി, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ, അതായത് ഈ പാരമ്പര്യമായി കിട്ടിയ അറിവ്, നമ്മുടെ സ്വന്തം പാതയായ സ്വധർമ്മം, പിന്നെ സത്യവും ധർമ്മവും ഒന്നാകുന്നത്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയാണ് ഈ ശ്ലോകം അതിന്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ആ വാഗ്ദാനം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ജീവിച്ചാൽ കിട്ടുന്നത് ഒരു ലോകത്തിലെ വിജയമല്ല, മറിച്ച് രണ്ട് ലോകങ്ങളിലെ വിജയമാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന രണ്ട് ലോകങ്ങൾ? ഒന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഭൗതിക ലോകം തന്നെ. നമ്മുടെ ജോലി, കുടുംബം, സമൂഹം, ഇവിടെയെല്ലാം നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തേതോ, അത് നമ്മുടെ ഉള്ളിലെ ലോകമാണ്. നമ്മുടെ മനസ്സിന്റെ സമാധാനം, നമ്മുടെ ആത്മീയമായ സംതൃപ്തി. അപ്പോൾ ഈ ഒരു ജീവിത രീതി ഈ രണ്ട് ലോകങ്ങളിലും ഒരേ സമയം വിജയം തരുന്നു. അപ്പോൾ ഈ ഒരു പുരാതന ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതൊരു വെറും ഫിലോസഫി മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ അർത്ഥപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ബ്ലൂ പ്രിന്റാണത്. അതായത് ആ പാരമ്പര്യമായി വരുന്ന അറിവിനെ സ്വീകരിക്കുക, നിങ്ങളുടെ സ്വന്തം വഴിയായ സ്വധർമ്മം കണ്ടെത്തുക, സത്യം നിങ്ങളുടെ വഴികാട്ടിയും പ്രവൃത്തിയുമായി മാറ്റുക. ഇതിന്റെ ഫലം എന്തായിരിക്കും? സമ്പൂർണ്ണമായ